ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ കുഞ്ഞിനെ പോലും ചിലപ്പോ തിരിച്ചു കിട്ടിയെന്ന് വരില്ല. ഒരു കാര്യം ചെയ്യാം, തൽക്കാലം നിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവാം. എന്നിട്ട് രാവിലെ എവിടെയാന്ന് വെച്ചാ കൊണ്ടാക്കാം. മാഡം അത് ആ കയറ്. വാ. എന്നെ രക്ഷിക്കണം. കുറച്ചുപേരെ എന്നെ ഉപദ്രവിക്കാൻ വരിക. ആരാ? അവരെവിടെ? അവിടെ. പോയി നോക്കടോ. നീ ആരാ? എന്താ ഈ സമയത്ത് ഇവിടെ? ഈശ്വര, ഇവരോട് എന്താ പറയാ? എന്തെങ്കിലും ഒരു ചെറിയ കള്ളം പറഞ്ഞേ പറ്റൂ. ചോദിച്ചു കേട്ടില്ലേ? മാഡം, ഞാൻ ഈ ടൗണില് ഒരു വീട്ടു ജോലി അന്വേഷിച്ച് വന്നതാ. ഇവിടെയോ? ഇവിടെ ഏത് വീട്ടില്? ഒരു പ്രായമായ അപ്പനും അമ്മച്ചിയും താമസിക്കുന്ന വീടാ. അവിടെ സഹായത്തിന് ഒരാൾ വേണമെന്ന് പറഞ്ഞിട്ടാ ഞാൻ വന്നത്. പക്ഷെ ഇവിടെ എത്തിയവരെ വിളിച്ചപ്പോ കിട്ടുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ അവിടെ ഇരിക്കായിരുന്നു. അപ്പോഴവരെന്റെ പിന്നാലെ വന്നത്. മാഡം, അവിടെ ആരെയും കണ്ടില്ല. മാഡം, എവിടെ പറയണൊക്കെ സത്യമാണെന്ന് നമുക്കെങ്ങനെ അറിയാൻ പറ്റും? ഈ കുഞ്ഞ് നിന്റെ തന്നെയടി, അതോ എവിടെന്നെങ്കിലും മോഷ്ടിച്ചാണോ? അയ്യോ അല്ല, ഇതെന്റെ കുഞ്ഞാ. നിങ്ങൾ കരുതുന്ന പോലെ ഒരാളല്ല ഞാൻ. ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കണം. നിന്നെ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലേന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. കൊച്ചേ, ഇത് കുറച്ച് കുഴപ്പം പിടിച്ച സ്ഥലമാ. സകല തെമ്മാടികളുടെ താവളമായത്. രക്ഷപ്പെട്ടത് തന്നെ ഭാഗ്യം കൊണ്ടാ. സാറേ, ഒരു ഓട്ടോ വിളിച്ചു തന്നാ മതി, ഞാൻ പോയിക്കോളാം. എങ്ങോട്ട് പോവാൻ? അതിന് നിനക്ക് അവരുടെ വീടറിയോ? ഇല്ല. അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഓട്ടോ കയറി പോയാലേ നാളെ നിന്റെ പല്ലും നഖവും മാത്രമേ ബാക്കി ഉണ്ടാവൂ. ഈ കുഞ്ഞിനെ പോലും ചിലപ്പോ തിരിച്ചു കിട്ടിയെന്ന് വരില്ല. ഒരു കാര്യം ചെയ്യാം, തൽക്കാലം നിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവാം. എന്നിട്ട് രാവിലെ എവിടെയാന്ന് വെച്ചാ കൊണ്ടാക്കാം. മാഡം, അത് ആ കയറ്. മാഡം, അതെ, അധികം വർത്താനമൊന്നുമില്ല. നീ കേറ്. കേറടി.
അവളെ ഇറക്ക. ഇറങ്ങി വാ. CSR വന്നോ? ഇല്ല. ലതേ, ഇവളുടെ കയ്യിൽ നിന്ന് ആ നമ്പർ വാങ്ങിയിട്ട് ആ വീട്ടുകാരെ ഒന്ന് വിളിക്ക്. ഇവള് വീട്ടു ജോലിക്ക് വന്നതാണോന്ന് നമുക്കൊന്നും അറിയണ്ടേ? ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ കുഞ്ഞുങ്ങളെയും കൊണ്ട് നടക്കുന്നവരെ പോലും വിശ്വസിക്കാൻ പറ്റില്ല മാഡം. നീ പറഞ്ഞേക്ക സത്യം തന്നെയടി. ഞാൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാ സാറേ. ഞാൻ തട്ടിപ്പുകാരിയൊന്നുമല്ല. എന്തായാലും ഇവിടെ മുറിക്കകത്ത് കൊണ്ട് ഇരുത്തിയേക്ക്. ലത കാര്യങ്ങളൊക്കെ വിശദമായിട്ടൊന്ന് ചോദിക്ക്. വാടി. ഈശ്വര, ഇവിടെ നിന്ന് എങ്ങനെയാ രക്ഷപ്പെടുക? ആ സമയത്ത് വീട്ടുജോലിക്ക് വന്നതാണെന്ന് പറഞ്ഞു പോയി. ആ വനിത പോലീസുകാർ ചോദിക്കുമ്പോ ഞാൻ ആരുടെ നമ്പറാ കൊടുക്കുക? വേഗം ചെല്ലുമോളെ, അല്ലെങ്കിൽ ലത കോൺസ്റ്റബിളിന്റെ സ്വഭാവം മാറുവേ. ഇരിക്കവിടെ. നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ആ, ഞാൻ കഴിച്ചു. കുഞ്ഞിന് പാലോ മറ്റോ കൊടുക്കണമെങ്കിൽ ഇവിടെ ഇരുന്ന് കൊടുക്ക്. ഞാനിപ്പോ വരാം. അവർ തിരിച്ചു വരുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടിപ്പോയാലോ? സാറേ, ഉറങ്ങാണോ? ആ